നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വെള്ളറട കിളിയൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതും അതിക്രൂരമായിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തി തന്നെ പ്രതി കീഴടങ്ങിയപ്പോൾ പറഞ്ഞത് തന്നെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ അച്ഛൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് താൻ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അടിക്കടി ഏറുകയാണ്. പലരും ഇത്തരത്തിൽ ചെയ്യുന്നതിന് പിന്നിൽ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന്റെ നിഗമനം. അതുപോലെ തന്നെയുള്ള ഒരു മരണമായിരിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരു കൊലപാതകമായിരിക്കും ഇതെന്ന് പോലീസ് സംശയിച്ചു. എന്നാൽ അത് തീർത്തും തെറ്റായിരുന്നു. ഇപ്പോൾ ഇതിന് പിന്നിൽ ദുർമന്ത്രവാദമാണ് എന്നാണ് പോലീസ് വിശദമായ അന്വേഷണത്തിന് ശേഷം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ചാരുവിള ബംഗ്ലാവിൽ ജോസ് 70 വയസ്സാണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രജിൻ ജോസിന്റെ 28 വയസ്സാണ് ഈ ഒരു പ്രതിക്ക് പ്രായം. സ്വഭാവത്തിൽ മാറ്റം ഭയന്നാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നതെന്ന അമ്മ സുഷമകുമാരിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പോലീസ് ഏറെ ഗൗരവത്തിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 5 രാത്രിയിലായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നത്. മകന്റെ ആഭിചാരത്തെക്കുറിച്ച് അച്ഛന് വ്യക്തമായ സംശയമുണ്ടായിരുന്നു. ചില തെളിവുകളും കിട്ടിയിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. ഇത് പുറത്തു വരാതിരിക്കാനാകാം കൊലയെന്ന സംശയവും പോലീസിനുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റാരുടെയോ സമ്മർദ്ദവും കൊലയ്ക്ക് കാരണമായി മാറാനുള്ള സാധ്യത ഏറെയാണ്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ അതെല്ലാം തന്നെ കൂട്ടിയിട്ടിരുന്നു. കൂടാതെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പ്രജിന്റെ അമ്മയ്ക്ക് സംശയം. ഈ സാഹചര്യത്തിൽ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് വിശദമായി പരിശോധിക്കും. നെയ്യാറ്റിൻകര ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. ഹാളിലെ സോഫയിൽ ചാരിക്കിടന്നിരുന്ന ജോസിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു പ്രജിൻ. പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ അടുക്കളയിൽ വെച്ച് വീണ്ടും കഴുത്തിലും തലയിലും നെഞ്ചിലെല്ലാം തന്നെ വീണ്ടും വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഏകദേശം 24ഓളം വെട്ടുകൾ ജോസിന്റെ ശരീരത്തിൽ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന് ഈ ഒരു പ്രജിനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ശക്തികളുണ്ടോ, ഈ പറയുന്ന ബ്ലാക്ക് മാജിക് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രജിന്റെ കുടുംബം തന്നെ സംശയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു. വീടിന്റെ മുകൾ നിലയിലായിരുന്നു പ്രജിൻ താമസിച്ചിരുന്നത്. പുറത്തേക്കൊന്നും അധികം ഇറങ്ങില്ല. അഥവാ ഇറങ്ങിയാൽ തന്നെ അല്പം മണിക്കൂറുകൾക്ക് കഴിഞ്ഞിട്ടാണ് ഈ പ്രജിൻ മടങ്ങിയെത്താറുള്ളത്. വീട്ടുകാരുമായും നാട്ടുകാരുമായും പള്ളികളിലൊന്നും പോകാറില്ല എന്നൊക്കെയാണ് പ്രജിന്റെ അമ്മ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കൊലപാതകം വീണ്ടും വാർത്തയിൽ വരുമ്പോൾ നന്ദൻകോട്ടെ കേഡൽ ജിൻസൺ രാജയുടെ കൊലപാതക പരമ്പരയുമായി ഈ സംഭവത്തിന് ബന്ധം കാണുന്നവരുണ്ട്. വീട്ടിലെ 2ാം നിലയിൽ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ള പ്രജിൻ നയിച്ചിരുന്നത്. അതുതന്നെയാണ് ഈ മുൻപ് നന്ദൻകോട്ടെ ആസ്ട്രൽ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിലെ 4 പേരെ കൊലപ്പെടുത്തിയ ജിൻസൺ രാജയും ഇതേപോലുള്ള ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഏതായാലും ദുർമന്ത്രവാദവും സാത്താൻ സേവയും ഇതൊന്നും മലയാളികൾക്ക് ഇന്ന് അത്ര പരിചിതമല്ലാത്ത വാക്കുകളല്ല. ഈ വാർത്ത കേട്ടപ്പോഴും നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ ഓർമ്മകൾ 7 വർഷം പിന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടാകണം. 2017 ഏപ്രിലാണ് ആദ്യം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേരളം കേട്ടത്. തിരുവനന്തപുരത്ത് നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 പേരെ പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തി. ആ കേസിലെ പ്രതിയുടെ പേര് കേരളം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. കേഡൽ ജിൻസൺ രാജ. മലയാളി മനസ്സുകളിൽ ഭീതി പരത്തിയ കേഡൽ നിലവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് കേരളം കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഈ കേസിലൂടെയാണ്. 2017 ഏപ്രിൽ 9 ക്ലിഫ് ഹൗസിന് സമീപമുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ ആ പൈശാചിക കൃത്യം നടന്നത്. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ വീടിന് തീ പിടിച്ചെന്നാണ് നാട്ടുകാർ കരുതിയത്. വീട് പൊളിച്ച് അകത്ത് കടന്ന പോലീസ് ഞെട്ടി. കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ 3 മൃതദേഹങ്ങൾ. അതിനരികിൽ ടാർപോളിനും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടിയ നിലയിൽ പുഴുവരിച്ച നിലയിൽ മറ്റൊരു മൃതദേഹം. അടുത്ത് പകുതി കത്തിയ നിലയിൽ ഒരു ഡമ്മി. പ്രൊഫസർ രാജ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോളിൻ, ബന്ധുവായ ലളിത എന്നിവരാണ് അന്ന് ആ വീട്ടിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. രാജതങ്കത്തിന്റെ മകൻ കേഡൽ ജിൻസൺ രാജയെ അന്ന് കാണാനില്ലായിരുന്നു. ഇത് പോലീസിൽ സംശയം ജനിപ്പിച്ചു. അന്ന് കേരളം അരിച്ചുപെറുക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3ാം പക്കം കേഡൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിയിലായത്. ചെന്നൈയിലെ ഒളിവുവാസത്തിന് ശേഷം നാട്ടിലേക്ക് വന്ന കേഡലിനെ പോലീസ് പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിലാണ് ആ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തുവന്നത്. ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ട്
കേരളം തരിച്ചിരുന്നു. ആത്മാക്കൾ പരലോകത്തേക്ക് പറക്കുന്നത് കാണാൻ വേണ്ടിയായിരുന്നു സ്വന്തം കുടുംബത്തോട് ആരും ചെയ്യാൻ മടിക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്തതെന്നാണ് കേഡൽ പോലീസിനോട് വെളിപ്പെടുത്തിയത്. വിദേശത്ത് നിന്ന് ആഭിചാര പ്രക്രിയകളിൽ ആകൃഷ്ടനായ താൻ 15 വർഷത്തോളമായി ആസ്ട്രൽ പ്രൊജക്ഷൻ പരിശീലിക്കുകയായിരുന്നെന്നും വീട്ടുകാരെ കൊലപ്പെടുത്താനായി മഴു അടക്കമുള്ളവ ഓൺലൈൻ വഴി വാങ്ങിയെന്നും കേഡൽ വ്യക്തമാക്കി. കുടുംബത്തിലെ ഓരോരുത്തരെയും വീടിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത്. അതുപോലെ കഴിഞ്ഞ വർഷം കൃത്യമായി പറഞ്ഞ ഏപ്രിൽ മാസത്തിൽ അരുണാചൽ പ്രദേശിലെ മലയാളികളെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത തിരുവനന്തപുരം നഗരത്തിലെ നിവാസികൾ ഞെട്ടിത്തെരിച്ചാണ് കേട്ടത്. അരുണാചലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 3 പേരിൽ 2 യുവതികളും തിരുവനന്തപുരം സ്വദേശിനികളാണ്. ദമ്പതികളായ കോട്ടയം മീനടം നെടുംപൊയ്കയിൽ നവീന്റെ ഭാര്യ വട്ടിയൂർക്കാവ് സ്വദേശിനിയായിട്ടുള്ള ദേവി, അതുപോലെ തന്നെ ദേവിയുടെ സുഹൃത്തായിട്ടുള്ള വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ ബി നായർ എന്നിവരാണ് മരിച്ചത്. അരുണാചൽ പ്രദേശിൽ കൊല്ലപ്പെട്ട 3 മലയാളികളുടെ കാര്യത്തിലും ആദ്യ വിവരങ്ങൾ വിരൽ ചൂണ്ടിയതും ദുർമന്ത്രവാദത്തിലേക്കായിരുന്നു. 2 യുവതികളുടെയും ശരീരത്തിൽ മുറിവുകൾ വരുത്തിയത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഭാര്യയെയും സുഹൃത്തായ ആര്യയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീനാണെന്നായിരുന്നു സൂചന. മരണശേഷം പരലോകത്ത് ജീവിക്കാമെന്ന് നവീൻ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് കൂട്ടമരണ ത്തിലേക്ക് നയിച്ചത്. ദുർമന്ത്രവാദമാണെന്ന് സംശയം ഉയരാൻ കാരണമായതും ഇതിൽ ആര്യയുടെ മൃതദേഹം കൊലപാതകം നടന്ന മാസത്തിന് തൊട്ടടുത്ത മാസം നടക്കാനിരിക്കെയാണ് ഈ മരണവാർത്ത പുറംലോകം അറിയുന്നത്. ആര്യയും ദേവിയും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ആര്യയുടെ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് ഇവർ മരിക്കാൻ തീരുമാനിച്ചതെന്ന ആരോപണവുമുണ്ട്. നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പ് മൃതദേഹങ്ങളുടെ സമീപത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആരും പോകാത്ത വിദൂര സ്ഥലങ്ങളെക്കുറിച്ച് സ്വപ്നത്തിൽ കാണാറുണ്ടെന്നും ഇവിടേക്ക് പോകാറുണ്ടെന്നും ഇവർ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. പൊതുവെ സമൂഹത്തോട് ഇടപഴകാതെ മാറി നിന്നിരുന്ന ഇവർക്ക് ചുരുക്കം ചില സുഹൃത്തുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളത്. ആര്യയും ദേവിയും ചില വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴി ട്യൂഷൻ എടുത്തിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ട്യൂഷൻ ഇല്ലെന്നും അടുത്ത ട്യൂഷൻ സമയം അറിയിക്കാമെന്നും ഇവർ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അരുണാചലിലേക്ക് പോയത്. ഈ മരണങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഈ മരിച്ചവരുടെ എല്ലാം അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ പ്രതികളുടെ എല്ലാം ലക്ഷ്യം വ്യത്യസ്തമായിരുന്നു. ബ്ലാക്ക് മാജിക്കിന്റെ അല്ലെങ്കിൽ അതുവഴി കിട്ടാൻ പോകുന്ന ലക്ഷ്യത്തിൽ വിശ്വസിച്ച് ചെയ്തു കൂട്ടിയതാണ് ഇതെല്ലാം.